ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റമായിട്ടാണ് തണ്ണീർപ്പന്തൽ വന്നിരിക്കുന്നത്. കണ്ടോ, ഇത് എന്താണെന്ന് അറിയാവോ? കാണിച്ചു തരാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. എന്തോ പൊള്ളിച്ചതാണെന്ന് മനസ്സിലായി അല്ലേ? വാഴയിലിൽ പൊളിച്ച എന്താണ് നോക്കാം. ആഹാ, എന്റെ അമ്മോ, മനസ്സിലായോ? എന്നാന്ന് മനസ്സിലായോ? ഇതാണ് മക്കളെ പോത്തിറച്ചി, വാഴയിലിൽ പൊള്ളിച്ച പോത്തിറച്ചി. കിട്ടു സാധനം, കിട്ടു എന്ന് പറഞ്ഞാൽ കിടു. ധാരയുടെ റെസിപ്പി അറിയാവോ? നമ്മുടെ കൊച്ചു കാവാലം രമേശ് ചേട്ടൻ, നമ്മുടെ കൊച്ചുള്ളിയുടെ സ്പെഷ്യൽ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. പിന്നെ ഇതെങ്ങനെ ഉണ്ടാക്കണെന്നുള്ളത് അത് കിച്ചണിൽ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ബീഫ് പൊള്ളിച്ചതിനായിട്ടുള്ള തേങ്ങാക്കൊത്ത്, ഉള്ളി, കരിവേപ്പില, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. മെയിൻ തിങ് ഈസ് നമ്മുടെ ബീഫ് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വേവിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പോത്ത് പൊള്ളിച്ചതിനകത്ത് നമുക്ക് തേങ്ങ ഇടണം. തേങ്ങ ചെറുതായിട്ട് കൊത്തി വറക്കണം. ഒരു ചുമപ്പ് നിറമാകുമ്പോഴത്തേന് അതിലേക്ക് നമുക്ക് ഞാൻ അതിനുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ അരിഞ്ഞു വെച്ചുമ്പോ അപ്പത്തെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി, കരിവേപ്പില നമുക്ക് ശകലം കഴിയുമ്പോ ഇടാവേ. കരിവേപ്പില ഇപ്പൊ ഇട്ടാ വല്ല അങ്ങ് മൂത്തും. അപ്പൊ നമുക്ക് ചെറിയ ഉള്ളി ഞാൻ ശകലം അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതങ്ങിട്ട് വേണേ. ചെറിയ ഉള്ളി നമുക്ക് മുറിക്കണ്ട, കഷ്ണങ്ങളാക്കിയിട്ട് ഇതേ കറി വേവുന്നൂടെ അങ്ങ് വെന്തോളൂ ഉണ്ടാവും. അപ്പൊ നമുക്ക് സവാള ഇത്രയും മതി. നമ്മുടെ സവാള മൂക്കാറായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആ പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ഇറച്ചി വേവിച്ചിരിക്കുന്ന ഉപ്പിട്ടാണ്. പിന്നെ ഒരു ശകലം മഞ്ഞപ്പൊടി കൂടി ഇട്ടേ. ബാക്കിയുള്ള പൊടി നമുക്ക് പുറകെ ചേർക്കാം. നല്ലോണം ഇത് കണ്ടോ, നല്ല വഴന്ന് കിടക്കും. അപ്പൊ അതിലേക്ക് ഇനി നമുക്ക് പൊടി, ബാക്കിയുള്ള പൊടി ചേർക്കാം. അപ്പൊ നമുക്ക് കുരുമുളക് പൊടി ശകലം, കുരുമുളക് പൊടി ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല. നമ്മൾ മുളക് പൊടി അധികം ചേർക്കണ്ടല്ലോ, അതുകൊണ്ടാണ്. പിന്നെ മുളക് പൊടി ഇടാം. മുളക് പൊടി നമുക്ക് ആവശ്യമില്ല. പിന്നെ വേണം ഗരം മസാലയാണ്. നമുക്ക് ആ ഇറച്ചി വേവിച്ച വെള്ളം ഇവിടെ ഇരിപ്പുണ്ട്, ഉള്ളി കുടിക്കാം. ആവശ്യമുള്ള വെള്ളം ഇറച്ചിയിലൊക്കെ നല്ലോണം പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് വാഴയിലേക്ക് എടുത്ത് നമുക്ക് കടായിലിട്ട് ചുട്ടെടുത്ത് നമ്മുടെ ആവശ്യത്തിന് കഴിക്കാം. അപ്പൊ നമ്മുടെ പോത്തിറച്ചി പൊള്ളിക്കാനുള്ള ഇറച്ചി റെഡി ആയിട്ട്. അപ്പൊ നമുക്ക് ബീഫ് പൊള്ളിക്കാനുള്ള ഇലയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് ബീഫ് അങ്ങ് വെക്കാം. അപ്പൊ നമ്മുടെ പൊള്ളിക്കാനുള്ള ബീഫ് ഞാൻ വാഴയില നല്ല സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിന്റെ മേലേക്ക് നമുക്ക് ഒരു ശകലം തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്ക് എണ്ണയ്ക്ക് തുല്യ നല്ല രുചിയുണ്ട്. എല്ലാം നല്ലൊരു ഫ്ലേവർ ആയിട്ട് അധികം വേണ്ട, കുറച്ച് മതി. അപ്പൊ അതിന്റെ മേലിലേക്ക് ഞാൻ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു, അതും കൂടെ അങ്ങോട്ട് ഇതൊരു ഷോയ്ക്കാ കേട്ടോ. അപ്പൊ ക്യാരറ്റ് വിട്ടു. അപ്പൊ ഇനി നമുക്ക് വാഴയില മടക്കി കൊതിയാവേ അരിട്ട് കെട്ടണം. കെട്ടിയിട്ട് നമുക്ക് കടായിക്കകത്ത് പൊള്ളിച്ചങ്ങ് എടുക്കണം. പൊള്ളിക്കാനായിട്ട് പോവാണ്. കല്ല് ചെറിയാക്കി എടുക്കാൻ കല്ലിലേക്ക് പയ്യെ അങ്ങ് വെക്കാം കടായിലോട്ടെ. അപ്പൊ നമുക്കൊരു പാത്രം കൊണ്ട് ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. അങ്ങനെയാണ് നമ്മൾ പോത്ത് പൊള്ളിച്ചത്. പിന്നെ കഴിച്ചത് നമ്മളിങ്ങനെ കഴിച്ചോണ്ടേ ഇരിക്കും കേട്ടോ, ഒരു മടുപ്പുണ്ടാവൂല. അത്രയ്ക്ക് അടിപൊളി ഒരു കിട്ടു ഐറ്റം. അപ്പം തണ്ണീർപ്പന്തൽ വരുമ്പോ ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്, മറക്കല്ലേ. ഓക്കെ, ബൈ.